എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ തെങ്കാശിയിലേക്കുള്ള യാത്രയിലാണ്. പിന്നെ ഇന്ന് തന്നെ ഈ ഒരു യാത്ര ചെയ്യാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം മൂന്നാറോ അല്ലെങ്കിൽ വാഗമണോ ഒന്ന് പോകാൻ വേണ്ടി നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അവിടെ ഇപ്പൊ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ടാണ് നേരെ തെങ്കാശിക്ക് വിടാമെന്ന് വെച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ അതിനെക്കാട്ടിലും മഴയാണ്. അപ്പൊ എന്നായാലും ഈ മഴയത്തുള്ള തെങ്കാശിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പ് കൂടിയാണ് കേട്ടോ. അൻവിയും അമ്മയും കസിൻ അപ്പവും ഞങ്ങൾക്കൊപ്പം ഉണ്ട്. ഞാൻ 3-4 തവണ ഇവിടെ തെങ്കാശി വന്നിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സസ്പെൻസ് ആക്കി വെച്ച സംഭവം കേട്ടോ. അതോടെ കൊടുത്തു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ ചെറിയൊരു ബിസിനസ്. എന്താ നോക്കുന്നത്? എന്തായിരിക്കും മഴയുണ്ട് വണ്ടിക്കകത്ത് അൺബോക്സ് ചെയ്താലോ? അല്ല ശരി. ഓക്കെ. ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ. തെങ്കാശിയിലേക്ക് ഇവിടുന്ന് ഇനി 10 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. മഴ മാറുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ കുറ്റാലമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ അല്ലെന്നാണ് അറിഞ്ഞത്. രാവിലെ 7 മണിക്കാണ് ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. 8 മണിയോടെ ഞങ്ങൾ അടൂരെത്തി. അവിടെയും മഴയൊന്നുമില്ല. പക്ഷെ നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പത്തനാപുരം ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ മഴ തുടങ്ങി. തെങ്കാശി യാത്രയിലെ മറ്റൊരു ആകർഷണമാണ് 13 കണ്ണറപ്പാലം. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയുടെ ഭാഗമാണിത്. 1904 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് അറിയാമോ? സിമെൻ്റ് ഉപയോഗിക്കാതെ കല്ലുകളും ചുണ്ണാമ്പും ശർക്കരയൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളിപ്പോഴും കേരള തമിഴ്നാട് അതിർത്തിയിലായി കേട്ടോ. തെന്മല മുതൽ ഇങ്ങോട്ടുള്ള യാത്രയും കാഴ്ചകളും വളരെ മനോഹരമാണ്. അരുവികളും മലകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഭൂപ്രകൃതിയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ തമിഴ്നാട് ബോർഡർ മുതൽ കാണുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ കടകൾ. ലോട്ടറി കച്ചവടമാണ് കേട്ടോ. കൂടാതെ ധാരാളം പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ചെറിയ കടകളും കാണാം. പല ഇനത്തിലുള്ള മാമ്പഴങ്ങളും ചക്കപ്പഴമാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ദൂരെയായിട്ട് ആ കാണുന്ന മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെതാണ് കേട്ടോ. തെങ്കാശി ചന്തം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. തെങ്കാശി പട്ടണം എപ്പോഴും ഇതുപോലെ തിരക്കായിരിക്കും. ഇവിടെ കണ്ടില്ല, എല്ലാം ഇടുങ്ങിയ റോഡുകളാണ്. 2 വശത്തുമായിട്ട് ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ഉണ്ട്. കൂടുതലും ചെറിയ ചായക്കടകളാണെന്ന് തോന്നുന്നു. പിന്നെ അലക്ഷ്യമായ ഡ്രൈവിങ്ങും പാർക്കിങ്ങും ഒക്കെ ചെറിയ ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയും റോഡിന് ഇരുവശത്തുമായിട്ട് മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ ചെറിയ ഉന്തുവണ്ടികളിലായിട്ട് വിൽക്കുന്നവരെ കാണാം. ചക്കപ്പഴമൊക്കെ ഓരോ ചുളയായിട്ട് അടർത്തിയാണ് വിൽക്കുന്നത്. പിന്നെ കൂടുതലായിട്ടുള്ളത് പൂക്കടകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തെങ്കാശിയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനടുത്തെത്തി. ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഗോപുരമേ. നമുക്കിനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടണം.
ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ സേഫ് ആക്കി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനുള്ളൊരു സ്ഥലം നോക്കിയിട്ട് വരാം. അങ്ങനെ നമുക്ക് വണ്ടി പാർക്കാനൊരു സ്ഥലമൊക്കെ കിട്ടി. ഇനിയും നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം. തെക്കിൻ്റെ കാശി എന്നാണ് തെങ്കാശി അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. വിശ്വാസമനുസരിച്ച് പരാക്രമ പാണ്ഡ്യൻ കാശിയിൽ നിന്നും ഒരു ശിവലിംഗം കൊണ്ടുവന്ന് തെങ്കാശിയിൽ ഒരു ക്ഷേത്രം പണിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ശിവൻ സ്വപ്നത്തിൽ വന്നിട്ട് ഒരു കൂട്ടം ഉറുമ്പുകളെ പിന്തുടരുവാനും അവർ നിൽക്കുന്നിടത്ത് ക്ഷേത്രം പണിയാനുമായിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം വന്നു എന്നാണ് വിശ്വാസം. 1990-ലാണ് 150 അടി ഉയരമുള്ള ഇന്ന് ഈ കാണുന്ന ഗോപുരം നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. 7 നിലകളിലായിട്ട് തമിഴ് വാസ്തുശാസ്ത്രത്തിലാണ് ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 6 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 8:30 വരെയുമാണ്. ഇപ്പം സമയം 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദർശനത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. നമുക്കിനി പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം. ഇതൊന്നും വെറുതെ കാണിച്ചെന്നേ ഉള്ളേ. തെങ്കാശിയിലെ പെട്രോളിൻ്റെ വില 100 രൂപയാണ്. കേരളത്തിൽ 106. ഇനി ഞങ്ങളുടെ യാത്ര തിരുമലക്കോവിലേക്കാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് 15 കിലോമീറ്റർ ദൂരമാണുള്ളത്. ദൂരെയായി കാണുന്ന ആ മലനിരകളിൽ ഒന്നിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അല്ലു അർജുൻ്റെ പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത മനോഹരമായൊരു സ്ഥലം കൂടിയാണിത്. ഇവിടുന്ന് നമുക്കിനി മുകളിലേക്ക് പോകാൻ കാറിന് 50 രൂപയുടെ ഒരു പാസ് എടുക്കണം കേട്ടോ. ഇവിടെ എത്തുന്നതിൽ കൂടുതൽ പേരും സ്റ്റെപ്പ് കയറിയിട്ട് തന്നെയാണ് മലമുകളിലെ തിരുമലക്കോവിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭയങ്കര കാറ്റായിരിക്കും ഇവിടെ. ഏത് സമയത്താണ് എങ്ങനെയാണ് ഇവിടെ കാറ്റടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഒരു രക്ഷയില്ലാത്തതാണ്. 3 വശത്തുമായിട്ട് മലനിരകൾ, അതിനെ ഇങ്ങനെ തലോടുന്ന മഴമേഘങ്ങൾ. തെങ്കാശിയിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് തിരുമലക്കോവിൽ. ഒരു ക്ഷേത്ര ദർശനം എന്നതിലുപരി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് തിരുമലക്കോവിൽ. ഞങ്ങളിപ്പം പാർക്കിങ്ങിലാണുള്ളത്. ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ കാറ്റിൻ്റെ ആ ഒരു ശക്തിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? തമിഴ്നാടിൻ്റെ കാർഷിക പാടങ്ങളുടെ ദൂരക്കാഴ്ചകളും ഒട്ടനവധി വലുതും ചെറുതുമായ മലനിരകളുടെ കാഴ്ചകളും ഒക്കെ ആയിട്ട് പ്രകൃതി സ്നേഹികൾക്കായിട്ട് കുറേ വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ് കേട്ടോ. 15-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. പിന്നെ അഷ്ടപത്മകുളം എന്നറിയപ്പെടുന്ന വലിയൊരു കുളവും ഇവിടെയുണ്ട്. തെങ്കാശിയിൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്നത് ഇവിടെയാണ്. ഈ കാറ്റും ചെറിയ ചാറ്റമഴയും അൻവിയും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. മലനിരകളുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനായിട്ട് കുറേ സിമെൻറ്റ് ബെഞ്ചുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ മലമുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ മേഘങ്ങൾ വന്ന് മലകളെ മൂടുന്നതും പിന്നെ തെളിയുന്നതുമെല്ലാം എത്ര കണ്ടാലും മതിയാകില്ല. ഇതാണ് ഗൈസ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. കാറ്റാണെങ്കിലും മഴയാണെങ്കിലും യാതൊരു മുന്നറിയിപ്പ് നമുക്ക് തരില്ല. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. മലമുകളിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനിയും പോകുന്നത് തെങ്കാശിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് തെങ്കാശിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വന്നത്. പക്ഷേങ്കിൽ ഈ ഒരു കാറ്റും മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ തിരിച്ചു പോകുന്നത്. മലയുടെ താഴെ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ.
ഇവിടെ നിന്നും 625 പടവുകൾ കയറിയിട്ട് വേണം കോവിലിലേക്ക് പോകുവാൻ. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് സ്വർഗത്തിലേക്കാണ് കേട്ടോ. സ്ഥലം മനസ്സിലായോ? മേക്കര, തെങ്കാശിയുടെ കാർഷിക ഗ്രാമം. മുമ്പ് 2-3 തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലും ഉണ്ട്. ഇന്നത്തെ മേക്കര കുറച്ചുകൂടി സുന്ദരമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് ഞങ്ങൾ കാർ ഓടിച്ചു പോകുന്നത്. തീർത്തും ഒരു കാർഷിക ഗ്രാമമാണ് മേക്കര. നെല്ലും കന്നുകാലികളുമാണ് ഇവിടുത്തുകാരുടെ പ്രധാന കൃഷി. നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന മറ്റൊരു തെങ്കാശിയിലെ സ്ഥലം കൂടിയാണ് മേക്കര. ഇതിനോട് ചേർന്ന് ഒരു ഡാം കൂടിയുണ്ട് കേട്ടോ, അടവിനൈനാർ ഡാം. നല്ല മഴയുള്ളപ്പോൾ ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മഴ ഇങ്ങനെ തകർക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കാഴ്ചകളും ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. എന്നെ രസമെന്ന് നോക്കിക്കേ. പഴയൊക്കെ ഒരു സിനിമ കാണുന്ന ഫീലല്ലേ. മലനിരകൾക്ക് താഴെ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കന്നുകാലികളുമായി പോകുന്ന കർഷകർ. മേഖലയിലുള്ളവർക്ക് ഇതൊരു നിത്യപ്രവൃത്തിയാണെങ്കിലും ഞങ്ങൾക്കിത് ശരിക്കും വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു തെങ്കാശി യാത്രയുടെ വീഡിയോ? ഇഷ്ടമായില്ലേ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് ഒരു തെങ്കാശി യാത്ര കൂടി വേഗം അങ്ങ് പ്ലാൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളത് തെങ്കാശിയോട് വിട പറയുവാണ്. നമുക്ക് മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.